അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. ഇത് വറ്റയെന്ന് പറയുന്ന മീനാണ്. അതിന് പച്ചമുളകും ഇഞ്ചിയും ചുമന്നുള്ളി കരിവേപ്പിലയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കരിവേപ്പില അരിഞ്ഞിട്ടില്ല കേട്ടോ. ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം, 6-7 ചുമന്നുള്ളി, ഒരു 4 പച്ചമുളക്, അത്രയാണ് കീറി വെച്ചേക്കുന്നത്. അത് നമ്മൾ ആ എണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും കൂടി ചേർത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുടംപുളി ഇടും കേട്ടോ. കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാറില്ല, കഴുകിയിട്ട് അങ്ങനെ തന്നെ അതിനേക്ക് ഇടും. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഇതിന് ഒട്ടും എരിവില്ല. അതുകൊണ്ട് ഞാനൊരു കൂട്ടം ചെയ്തിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചിട്ടാണ് വയ്ക്കുന്നത്, ചെറിയ മീനല്ലേ, അതുകൊണ്ട്. അപ്പോൾ ആ തേങ്ങ അരക്കണതിൻ്റെ കൂട്ടത്തിൽ വറ്റൽമുളക് ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊരു 10 വറ്റൽമുളകും കൂടി ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരപ്പ് തേങ്ങയും ഈ വറ്റൽമുളകും മഞ്ഞളും കൂടി അരച്ചതാണിത്. അതും കൂടി നമുക്ക് ആ എണ്ണയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഇല്ലാണ്ടാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത്. അത് ഒന്ന് നന്നായിട്ട് ഈ എണ്ണയുടെ കൂട്ടത്തിൽ അതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളം പിന്നെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം മാറണ പോലെയല്ല, ഒന്ന് ഇച്ചിരി നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്താ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ചാറ് തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മീനിൻ്റെ കഷ്ണം പെറുക്കിയിട്ടിട്ട് ആ ഗ്രേവിക്കകത്ത് അത് മുങ്ങുന്ന വിധത്തിൽ അതൊന്ന് താത്തി വെച്ചിട്ട് തിളയ്ക്കാൻ പറ്റും. 2-3 പ്രാവശ്യം ഞാനൊന്ന് ചിറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂട്ടത്തിൽ കപ്പ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആ